ശ്രേഷ്ഠതമായ കർമ്മനെ ഹരിഹി ഓം അഗ്നായാഖിമീതയേ ഗണാനോഹവ്യദാതയേ നിഹോദാസത്സി ബർഹിഷി ഹരിഹി ഓം ശന്നോ ദേവീരഭിഷ്ടയ ആഭോ ഭവന്തു പീതയേ ശംയോരഭിസ്രവന്തു നഃ ഹരിഹി ഓം നമോ ബ്രഹ്മണേ നമോസ്ത്വഗ്നയേ നമഃ പൃഥിവ്യേ നമഃ ഓഷധീഭ്യാം നമോ വാജേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി ഓം നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥിവ്യേ നമഃ ഓഷധീഭ്യാം നമോ വാജേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. I request Pujaniya Swamiji to please inaugurate this great function and bless us. സ്നേഹാലോകസുമോഹനവദന കരുണാദ്രാനത നയനാം രമ്യാം ശ്രുതജനപാലന വ്യഗ്രാം സൗമ്യാം അമൃതാനന്ദമയീം പ്രണമാമി. Om Amadeshwari Namaha. My humble pranams to all the Swamijis, all the dignitaries, all the devotees. ഈ ഫംഗ്ഷന് എത്തിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവൻ്റെ പ്രണാമങ്ങൾ. There is a bhajan written by one of the Swamis of Amadantamayi Ashram starting from വന്ദേ വേദമാതരം വന്ദേ ദേഹമാതരം വന്ദേ ദേശമാതരം വന്ദേ വിശ്വമാതരം. അറിവിൻ്റെ അമൃതം പകരുന്ന അമ്മയ്ക്ക്, അറിവിൻ്റെ അമ്മയ്ക്ക്, വേദമാകുന്ന അമ്മയ്ക്ക് പ്രണാമം. വന്ദേ വേദമാതരം. Salutations to the Mother of Supreme Knowledge who give us nectar of immortality, milk of immortality, അമൃതം. വന്ദേ ദേഹമാതരം. നമ്മുടെ ദേഹത്തെ പുഷ്ടിപ്പെടുത്തുന്ന മുലപ്പാൽ തന്ന് വളർത്തിയ അമ്മയ്ക്ക് പ്രണാമം. Salutations to the mother who fed us with the nourishment of breast milk. വന്ദേ ദേശമാതരം. നമ്മൾ വസിക്കുന്ന ഈ ദേശം അമ്മയാണ്. ഈ ഭൂമി നമ്മുടെ അമ്മയാണ്. ത്യാഗത്തിൻ്റെ പ്രതീകമായ ഭൂമി, ക്ഷമയുടെ പ്രതീകമായ ഭൂമി, നമ്മളെ താങ്ങി നിർത്തുന്ന ഭൂമി. അങ്ങനെയുള്ള ഭൂമിയോളം ക്ഷമയുള്ള മാതൃഭാവത്തിൻ്റെ അനുഭവം സമ്മാനിക്കുന്ന ഭൂമിദേവിയും നമ്മുടെ ദേശവും അമ്മയായിട്ട് കാണുന്നു. ദിസ് എർത്ത് ഓൾസോ വി കോൾ മദർ എർത്ത്. Our country is also mother. The embodiment of patience, embodiment of sacrifice, nourishing all of us with the divine Chaitanyam. Not only that, all the rivers are also mothers. Cows are also mothers. നദികളും നമ്മുടെ മാലിന്യങ്ങൾ ഏറ്റെടുത്തിട്ട് നമ്മളെ പരിശുദ്ധരാക്കുന്നു. അതേപോലെ തന്നെ ഗോക്കൾ പ്രസവിച്ച അമ്മയ്ക്ക് ശേഷം നമ്മെ പാലൂട്ടി വളർത്തുന്ന ഗോക്കളും അമ്മമാരാണ്. ഇവിടെ നമ്മൾ ഗോക്കളുടെ മഹത്വം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക്
ഇങ്ങനെയുള്ള ചടങ്ങുകൾ വേണ്ടിവരും. ആൻഡമാനിലെ ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടുത്തെ ആദിവാസികളൊക്കെ മൃഗങ്ങൾ കയറിപ്പോയ മലകളിലേക്ക് താമസം മാറ്റി. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഭൂകമ്പം ഉണ്ടായി. അവർ പോയ മലകളിൽ യാതൊന്നും സംഭവിച്ചില്ല. പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ജീവജാലങ്ങൾക്കറിയാം എങ്ങനെയാണ് ഭൂമിയുടെ ഓരോ ചലനങ്ങളും സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കും. അവരും നമുക്ക് വഴികാട്ടികളായി തീരുന്ന സംഭവങ്ങളുണ്ട്. I remember during Amma's 50th birthday, actually here in International Stadium, when we celebrated Amma's 50th birthday, there was cultural programs from all over, more than 150 countries. They performed their traditional art forms, and the natives of America, native Indians, they call Indians, natives of America, Red Indians, they performed a dance with the costumes of birds, plants and animals. After their performance, the television people asked them, why you perform such a dance program without showing your face, wearing the dresses of plants, birds and animals? Then they said, according to our faith, our belief, when God created this world, He asked all the celestial beings, devas and devatas, to become plants, birds and animals, to protect human beings. So they are devas and devatas, and if you destroy them, that means you are destroying our protectors. They are necessary. Their presence is very much necessary for our protection. And also there is a saying told by asked by the Red Indians to the modern man. Only after the last tree has been cut down, only after the last river has been poisoned, only after the last fish has been caught, only then will you find that money cannot be eaten. അമേരിക്കയിലെ ആദിവാസി സമൂഹം ആധുനിക മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവസാനത്തെ വൃക്ഷവും മുറിക്കപ്പെട്ടതിന് ശേഷം, അവസാനത്തെ നദിയും വിഷലിപ്തമാക്കിയതിനു ശേഷം, അവസാനത്തെ മത്സ്യവും പിടിക്കപ്പെട്ടതിന് ശേഷം അപ്പോൾ മാത്രമേ മനുഷ്യൻ നിനക്ക് മനസ്സിലാവുകയുള്ളൂ പണം തിന്നാൻ കൊള്ളില്ല എന്ന്. So this shows the importance of plants, birds and animals. They always produce positive vibrations and their presence is very much necessary for our protection. അപ്പോൾ ജീവജാലങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്ന സ്പന്ദനങ്ങൾ നമ്മുടെ സംരക്ഷണത്തിന് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഗോക്കൾ ഏറ്റവും അധികം പോസിറ്റീവ് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാത്വികമായ മാതൃഭാവത്തിൽ നിൽക്കുന്ന ഗോക്കൾ നമ്മൾ കരുതുന്നത് പോലെ നമുക്ക് പാല് തരാൻ വേണ്ടി മാത്രമുള്ള അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അന്തരീക്ഷത്തെ പവിത്രമാക്കുന്നു. പണ്ട് എല്ലാ വീടുകളിലും ഒരു പശു ഉണ്ടാക്കുന്നു. ഒരു പശുവും ഒരു തുളസിത്തറയും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ രോഗങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അന്ന് ഇത്രയധികം ആശുപത്രികൾ ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ഗോക്കളെ പരിപാലിക്കുന്ന സ്ഥലത്ത് രോഗികൾ ഉണ്ടാവാറില്ല. അതിൻ്റെ അതിശക്തമായ സ്പന്ദനങ്ങൾ, തരംഗങ്ങൾ രോഗങ്ങളെ ബാധിക്കാനുള്ള സംരക്ഷണ കവചമൊരുക്കുന്നു. The presence of cows especially, they produce positive vibrations. The most powerful positive radiations are happening in the presence of cows, and it is very powerful to protect us from diseases. Actually, in a house, if there is one cow and one tulasi plant, it will protect us from all possible kinds of diseases. So in ancient time, it was there. In every ashram, in every houses were there. Tulasi plant is there. So actually in Japan, we have a Green Friends program all over the world, where two scientists, husband and wife, they traveled all over Japan with the tulasi seeds given by Amma.
they grew almost 1 lakh tulsi leaves around Japan. How? Through schools. They got the tulsi leaves from Amma and they grew it, and the tulsi plants were distributed to the students of different schools, and they could plant more than 1 lakh tulsi plants. Not only that, during winter time, to protect it, they arranged special huts with the heating system. They say, according to their survey, the number of diseases decreased considerably. So like അമ്മയുടെ ജപ്പാൻ സന്ദർശന വേളയിൽ അമ്മ തുളസി ചെടികൾ വിതരണം ചെയ്യുന്ന ചടങ്ങുണ്ട്. അപ്പോൾ 2 ശാസ്ത്രജ്ഞ ഭാര്യയും ഭർത്താവും സയൻറ്റിസ്റ്റുകളാണ്. അവർ അമ്മയുടെ അമ്മ കുറേ തുളസി അരികൾ കൊടുത്തു. കാരണം അവർ ഏറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കുറേ തുളസി അരികളാണ് കൊടുത്തത്. അപ്പോൾ അവരത് ജപ്പാനിലെ സ്കൂളുകളിലൊക്കെ വിതരണം ചെയ്ത് അത് കിളിർപ്പിച്ച് അത് 1 ലക്ഷത്തോളം തുളസി തൈകൾ നട്ടു. അത് കുട്ടികൾ അവരുടെ വീടുകളിൽ നട്ടു വളർത്തി തുളസി കാടുകൾ വരെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിനുശേഷം നടത്തി സയൻറ്റിസ്റ്റ് ഫോർ റിസർച്ച് പർപ്പസ് ഡിഡ് ആക്ച്വലി. സോ ആഫ്റ്റർ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി രോഗങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. അപ്പോൾ നമ്മളറിയാതെ നമ്മളെ സേവിക്കുന്ന, നിശബ്ദമായി സേവിക്കുന്ന വൃക്ഷങ്ങളും പക്ഷികളും മൃഗങ്ങളും ഈ ലോകത്തുണ്ടാവേണ്ടത് ആവശ്യമാണ്. അവരുടെ സാന്നിധ്യം ആവശ്യമാണ്. അവരുടെ പരിശുദ്ധമായ തരംഗങ്ങളാണ് നമ്മുടെ സംരക്ഷണ കവചം. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ വൃക്ഷത്തെ പൂജിക്കുന്നത്. നമ്മൾ വിഷപ്പാമ്പിനെ പോലും പൂജിക്കുന്നു. സകല ജീവജാലങ്ങളും നമ്മളെ അനുഗ്രഹിക്കാൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് സകലത്തിലും ഈശ്വരനെ കാണുന്ന ഭാരത സംസ്കാരം, മാതൃഭാവത്തിൽ നമ്മെ സംരക്ഷിക്കുന്ന ഗോക്കളെ ഈശ്വര തുല്യം കാണുന്നു. നമ്മുടെ ദേവതകളൊക്കെ ഏതെങ്കിലും പക്ഷിയുടെ കൂടോ മൃഗത്തോടോ കൂടിയുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വാഹനമായിട്ടും സംരക്ഷിക്കുന്നതായിട്ടും. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൂടെ എപ്പോഴും ഈ ഭഗവാനെ ഓർക്കുമ്പോൾ ഗോക്കളെ ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. ഗോപാലനാണല്ലോ ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ള ഗോമാതാവിനെ സംരക്ഷണത്തിനായിട്ട് ഇവിടെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിയ ആചാര്യന്മാരെ നമിക്കുന്നു. Salutations to all the Swamijis and all other devotees who are trying to protect the Gomata, arranging such programs in many places. That's the greatest puja we can do for God. Vande Vedamataram Vande Dehamataram Vande Deshamataram Vande Vishwamataram. Thank you. Namaskar. Swamiji.